2024 എന്ന് പറഞ്ഞ വർഷത്തിന്റെ അവസാനത്തെ ദിവസമായ ഇന്ന് ഞാൻ വീട്ടിൽ പണിയൊന്നും ചെയ്യാണ്ട് വെറുതെ കുത്തിരിക്കുക എന്ന് വിചാരിച്ചപ്പോഴാണ് എന്റെ അനിയൻ അവനെ കോളേജിലേക്ക് ബൈക്കുമേ കൊണ്ടുവിടണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഉറക്കത്തിൽ നിന്ന് എണിപ്പിച്ചതിട്ടാ. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടാ. ഞാൻ അപ്പൊ തന്നെ പല്ല് പോലും തേക്കാണ്ട് ബൈക്ക് എടുത്തിട്ട് അവനെ നേരെ ആദ്യം കോളേജിലേക്ക് കൊണ്ടുവിട്ടു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് വെറുതെ കുത്തിരിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഡാഡിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബൈക്ക് എടുത്തിട്ട് ടൗൺ വരെ പോയതിട്ടാ. എന്നിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ആദ്യം കുറച്ച് പെട്രോൾ അടിച്ചിട്ട് നമ്മുടെ വീടിന്റെ കുറച്ച് മെയിൻ്റെനൻസിനുള്ള അലുമിനിയം ഷീറ്റ് മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നുട്ടാ. അപ്പോഴേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടാ. ഉച്ചയായ കാരണം ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ വെറുതെ കുത്തിരിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് അനിയന്റെ കോളേജ് കഴിഞ്ഞു അവനെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ട് അവന്റെ കോൾ എനിക്ക് വന്നതിട്ടാ. അപ്പൊ തന്നെ ഞാൻ ബൈക്ക് എടുത്ത് പോയിട്ട് അവനെ കോളേജിൽ നിന്ന് പിക്ക് ചെയ്തുട്ടാ. കോളേജിൽ നിന്ന് അവനെ പിക്ക് ചെയ്തതിനു ശേഷം വീട്ടിലേക്ക് വന്നിട്ടൊന്ന് വെറുതെ കുത്തിരിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഇവന്റെ ഒരു പൂച്ചക്കുട്ടിന് മേടിക്കണം ഒരു ആഗ്രഹം തോന്നിയിട്ടാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ വണ്ടി എടുത്തിട്ട് തൃശ്ശൂർക്ക് പൂച്ചക്കുട്ടിന് മേടിക്കാനായിട്ട് പോയിട്ടാ. പൂച്ചക്കുട്ടിന് മേടിക്കാനായിട്ട് ആദ്യത്തെ 1-2 കടയിൽ കയറിയപ്പോ അതിന്റെ റേറ്റ് കേട്ടിട്ട് ശരിക്കും എന്റെ ബോധം പോയിട്ടാ. അതിനുശേഷം പോയ കടയിലാണെങ്കിൽ പലതരത്തിലുള്ള പൂച്ചക്കുട്ടിനെ കണ്ടിട്ട് ഏതാ മേടിക്കണെന്ന് കൺഫ്യൂഷനും ആയി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പൂച്ചക്കുട്ടിനെ കൈകൊണ്ടൊക്കെ തുടർന്നതിട്ടാ. അതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ഈ കടയിൽ കണ്ട എല്ലാ പൂച്ചക്കുട്ടികളും എനിക്ക് ഇഷ്ടമായിട്ടാ. ഏത് പൂച്ചക്കുട്ടിനെ മേടിക്കണമെന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ടായപ്പോ ഞങ്ങൾ നാളെ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നുട്ടാ. എന്നിട്ട് പോയി ഒരു ചായ കുടിച്ചു. ഇനി വീട്ടിൽ പോയിട്ട് വേണം സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഏത് പൂച്ചക്കുട്ടിനെ മേടിക്കണം എന്നൊരു തീരുമാനം എടുക്കാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കൊല്ലം അടുത്ത മാസം അടുത്തൊരു വീഡിയോയിൽ കാണാട്ടാ. അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷസ് ട്ടാ.